നമ്മളൊന്ന് ചാലക്കുടിയിലേക്ക് പോകുന്ന അവിടെ പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസ് പ്രതി മലയാളി തന്നെ എന്ന് ഉറപ്പിക്കുകയാണ് പോലീസ്. ഇപ്പോഴും പക്ഷേ ഈ പ്രതി എവിടെയാണെന്ന് ഈ പോലീസിന് വലിയ പിടിയില്ല. ബാങ്കിനെ കുറിച്ച് മുൻപരിചയമുള്ള വ്യക്തിയാണ് മോഷണം നടത്തിയത്. അതേസമയം പ്രതി സഞ്ചരിച്ച വാഹനത്തിൽ നമ്പർ പ്ലേറ്റ് വ്യാജം എന്ന് പോലീസ് പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നമ്പർ വ്യാജം എന്ന് കണ്ടെത്തിയത്. കവർച്ച നടന്ന് 3-ാം നാളും പ്രതിക്കായി അന്വേഷണം തുടരുകയാണ്. സൂരജ് സജ വാർത്തയുടെ വിവരങ്ങളുമായി ചെയ്യുന്നു തൃശ്ശൂരിൽ നിന്നും. സൂരജ്, ഏതെങ്കിലും തരത്തിലുള്ള സൂചന പോലീസിന് ഇപ്പോഴും ഉണ്ടോ ഈ പ്രതിയെപ്പറ്റി? ഹാഷ്മി, ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ സംഭവത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകും എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പോലും അവർ വ്യക്തമാക്കുന്ന കാര്യം. അത്തരത്തിൽ പോലീസിന് ചില നിർണായക തെളിവുകളടക്കം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിവിധ ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. അത് ഈ വാഹനം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. അതിൽ നിന്നാണ് ഈ വാഹനത്തിന്റെ നമ്പർ ലഭിക്കുന്നത്. ആ നമ്പർ പരിശോധിച്ചെങ്കിൽ പോലും അത് വ്യാജമാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മോഷ്ടാവ് മലയാളി എന്ന് പോലീസ് ഉറപ്പിക്കുകയാണ്. ആദ്യ ദിവസം ഈ മോഷണം നടന്നതിന് ശേഷം അവിടെ എത്തിയ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ അന്ന് തന്നെ പറഞ്ഞിരുന്നു മലയാളിയാകാനാണ് സാധ്യത എന്ന്. അന്ന് റേഞ്ച് DIG തന്നെ വ്യക്തമാക്കിയതാണ്. അത് ശരിവെക്കുകയാണ് ഇപ്പോൾ പോലീസ്. അതിൽ പ്രധാനമായും പോലീസ് പറയുന്നത് ഒരു ഇതര സംസ്ഥാനക്കാരൻ, പ്രത്യേകിച്ച് ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരു ഹിന്ദിക്കാരനായിട്ടുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ ആ പ്രതിയുടെ ഒരു ശരീരഭാഷ പോലും അങ്ങനെ ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരാൾക്ക് തോന്നുന്ന തരത്തിലല്ല. ഈ കുടവയറും മറ്റുമൊക്കെയായി വരുന്ന ബംഗാളികളായിട്ടുള്ള ആളുകളൊന്നും തന്നെ ഇല്ല. അതാണ് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊരു മലയാളിയാണ് എന്ന് ഉറപ്പിക്കുന്നതിലേക്ക് നയിച്ചത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു മലയാളിയാണ് എന്ന് പോലീസ് ഉറപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില നിർണായക വിവരങ്ങളും പോലീസിന്റെ കൈവശമുണ്ട്. പക്ഷെ അത് പോലീസ് പുറത്തുവിടാത്തതാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ ബാങ്കിനെ കുറിച്ച് നല്ല പരിചയമുള്ള വ്യക്തി, അതായത് ഒരുപക്ഷെ തദ്ദേശീയനായിട്ടുള്ള ആളാകാം പ്രതി എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം പോകുന്നത്. കഴിഞ്ഞ ദിവസം ഈ ബാങ്ക് ജീവനക്കാരെ അടക്കം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതിൽ പ്രധാനമായും പറയുന്നത് ഈ പ്രതി ഒരു ചെറിയ കത്തിയുമായി വന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരാകെ ഈ പേടിച്ച് മാറുന്നു. സുഖമായി മോഷ്ടാവിന് 3 മിനിറ്റ് കൊണ്ട് ഈ മോഷണം നടത്തി അവിടെ നിന്ന് പോകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാരെ അടക്കം വലിയ രീതിയിൽ ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഹാഷ്മി, ചില ഫോൺ രേഖകൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കേന്ദ്ര തലത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ചില ഫോൺ സംബന്ധമായ രേഖകളടക്കം, ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് സോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിർണായകമായ ഒരു ബ്രേക്ക് ത്രൂ അത് പോലീസ് കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഡിജിറ്റൽ തെളിവുകൾ ഇപ്പോൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു ക്ലൂ കിട്ടും എന്നുള്ളത് തന്നെയാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിലടക്കം പോലീസ് മഫ്റ്റിയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള തെരച്ചിലാണ് നടത്തുന്നത്. അത് ജില്ലയ്ക്ക് പുറത്തേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ഇന്നലെ തന്നെ പോലീസ് പരിശോധന ശക്തമാക്കിയതാണ്. കവർച്ചയായിരുന്നു ലക്ഷ്യമെങ്കിൽ 47 ലക്ഷം രൂപ കൗണ്ടറിൽ ഉണ്ടായിരുന്നു. അതിൽ 15 ലക്ഷം രൂപ മാത്രം എടുത്തുകൊണ്ട് പോയത് എന്തിനാണ് എന്ന ചോദ്യത്തിന് പോലീസിന് മറുപടി ഉണ്ടോ? എന്തിനാണ് ഇയാൾ ആ കൗണ്ടറിൽ വന്ന് ചാവി അടക്കം ഹിന്ദിയിൽ ചോദിച്ചത് എന്നതിന് പോലീസിന് മറുപടി ഉണ്ടോ? ഇറങ്ങി ഇയാൾ പോകുന്ന വഴിയിലൊക്കെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസിന്റെ പക്കൽ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് നാളെ 3ആയിട്ടും ഈ പ്രതി വലയിലാവാത്തത് എന്നതിനെക്കുറിച്ച് ദുരൂഹത ഇപ്പോൾ നിൽക്കുന്നുണ്ടോ സൂരജ്? ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇതര സംസ്ഥാനക്കാരനാണ് വരുന്നതെങ്കിൽ അയാൾ ഒറ്റയ്ക്കൊരു കാരണവശാലും വരില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ അയാളുടെ കൂടെ സ്വാഭാവികമായും കൂട്ടുപ്രതികൾ ഉണ്ടാവും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായി ഒരു സംഘമായിരിക്കും അവർ എത്തി മോഷണം നടത്തുക. അതോടൊപ്പം തന്നെ ഈ വരുന്ന സമയത്ത് ഈ 47 ലക്ഷം രൂപ കൗണ്ടറിലുണ്ടായിരുന്നു. പക്ഷേ അത് മുഴുവനും, അതായത് ആ മുഴുവൻ തുക ലക്ഷ്യമിട്ട് വന്ന ഒരു പ്രതിയാണെങ്കിൽ അതും കൈക്കലാക്കിയാണ് പോവുക. അതുതന്നെയാണ് ഈ തദ്ദേശീയനായിട്ടുള്ള ഒരാളായിരിക്കാം ഈ മോഷ്ടാവ് എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ കാശ്മീർ പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഫെഡറൽ ബാങ്കിൽ അടക്കമുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളിൽ പോലും ഈ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് പോലും വ്യക്തമല്ലായിരുന്നു എന്നുള്ളതാണ്. മുൻവശത്ത് ഈ സ്കൂട്ടർ നിർത്തുന്ന സമയത്ത് ഈ നമ്പർ പ്ലേറ്റ് കാണുന്ന തരത്തിലാണ് ഈ സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ നമ്പർ പ്ലേറ്റ് പോലും ആ CCTV ദൃശ്യത്തിൽ വ്യക്തമായിരുന്നില്ല. പിന്നീട് പോലീസ് ചാലക്കുടിയിലെ വിവിധ മേഖലകളിൽ നിന്ന് ഈ CCTV വിഷ്വലുകൾ എടുക്കുമ്പോഴും ഹൈ ക്വാളിറ്റി വിഷ്വൽ എന്ന് പറയുന്ന തരത്തിൽ പോലീസിന് ലഭിച്ചിരുന്നില്ല. അതിനിടയിലാണ് പോലീസ് വിവിധ ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുക. അതിൽ 3-4 ഇടത്തെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നുമാണ് ഈ നമ്പർ പ്ലേറ്റ് നമ്പർ കിട്ടുന്നത്. ആ നമ്പർ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പോലീസ് ഈ പരിശോധനകൾ നടത്തുന്നു, അന്വേഷണം നടത്തുന്നു. പക്ഷെ അത് വ്യാജമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. TVSന്റെ എൻഡോർഗ് എന്ന് പറയുന്ന സ്കൂട്ടറാണ് ഈ പ്രതി ഓടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂട്ടറിന്റെ വിവരങ്ങൾ, അതായത് ഈ സ്കൂട്ടർ തൃശ്ശൂരിൽ എവിടെയൊക്കെ വിൽപ്പന നടത്തിയിട്ടുണ്ട്, ആർക്കൊക്കെ വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ഇതിനോടകം തേടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം പ്രതി സഞ്ചരിച്ചത് സംബന്ധിച്ചുള്ള ഒരു സഞ്ചാരപാത
പാതയെ സംബന്ധിച്ച് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് പ്രതിയിലേക്ക് എത്താവുന്ന നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകും എന്ന് അന്വേഷണ സംഘം അടിവരയിട്ട് പറയുന്നുമുണ്ട്. ഈ കേസിനെ സംബന്ധിച്ച് ഓക്കെ സൂരജ്, എന്തായാലും ഇന്ന് വൈകുന്നേരം അറിയാൻ കഴിയും ഈ രീതിയിൽ ഈ പ്രതി പിടിയിലായി എന്നുള്ള വാർത്തയാണോ ആ ബ്രേക്ക് ത്രൂ ആയി വരാൻ പോകുന്നു എന്നുള്ള കാര്യം. എന്തായാലും ഈ ആ പ്രതി വന്ന് പറഞ്ഞ് എന്താ ചാവി ലേലോ എന്തൊക്കെയാണ് പുള്ളി ഹിന്ദിയിലാണ് പറഞ്ഞത്. പക്ഷേ ഹിന്ദി പറഞ്ഞെങ്കിലും അത് മലയാളിയാണ് എന്ന് പോലീസ് പറയുകയാണ്. അതിന് പല കാരണങ്ങൾ പോലീസിനുണ്ട്. അതോടൊപ്പം തന്നെ 47 ലക്ഷം രൂപ കൗണ്ടറിലുണ്ടായിരുന്നു, ബാഗിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു, വേണമെങ്കിൽ മൊത്തം കൊണ്ടുപോയിരുന്നു. എന്തിനാണ് 15 ലക്ഷം മാത്രം കൃത്യമായി എടുത്തുകൊണ്ട് പോയത്? മാത്രമല്ല ആ ദൃശ്യങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് വളരെ വ്യക്തമാണ്. വളരെ ഈസി ഗോയിങ് ആയിട്ട് അങ്ങോട്ട് വരുന്നു, അകത്തേക്ക് കയറുന്നു, കത്തി ഒന്ന് കാണിച്ച് പേടിപ്പിക്കുന്നു. 3 മിനിറ്റ് കൊണ്ട് 15 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയ പ്രതി വളരെ പ്രൊഫഷണലാണ്. പുള്ളി എന്താണ് അയാൾ കൃത്യമായ പ്ലാനിങ്ങോടെ വണ്ടിക്ക് ഒരു വ്യാജ നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നാണെന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. പോലീസ് എന്തായാലും കുറച്ച് വട്ടം കറക്കമാണ് ഈ ഒറ്റയാൻ.